നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ക്ലാസ്? ഡിയർ സ്റ്റുഡൻസ്, എല്ലാരും എത്തിയില്ലേ? ഓക്കെ മാം. ഓക്കെ, നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തു അല്ലെ, അതായത് SI യൂണിറ്റ് അല്ലെ, ഓർമ്മയില്ലേ എല്ലാവർക്കും അല്ലെ? ഹലോ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് SI യൂണിറ്റ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിന്റെ മൈക്രോ, പൈക്കോ, നാനോ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അടുത്തത് നമുക്ക് മോൾ അതേപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ അത് മോളാർ മാസ്, ആ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. മോൾ മാസ് നമ്പർ റിലേഷൻ, അറ്റോമിക് മാസ് യൂണിറ്റ്, റിലേറ്റീവ് അറ്റോമിക് മോളിക്കുലാർ മാസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മോളിക്കുലാർ മാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ മോളാർ മാസസ് ഓഫ് അയണിക് കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അല്ലെ? ഇത്രയും. ഇനി ഏതാണ് ഈ എക്സാമ്പിൾ 1.4 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ സ്റ്റുഡൻസ്? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക് നമ്പർ ഓഫ് മാസ്, മോളാർ മാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ് എന്നുള്ള ടോപ്പിക് ആണ്. കാണാമോ സ്റ്റുഡൻസ്? കാണാമോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യല്ലേ? ഇതാണ് ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. ഇനി 1.10 ടോപ്പിക് ആയിട്ടുള്ള മാസ്, മോളാർ മാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാസും മോളാർ മാസും അതുപോലെ നമ്പർ ഓഫ് മോൾസും. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തുവിന്റെ വെയിറ്റ്, പിന്നെന്താണ് മാസ്, അതിന്റെ മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അതിലടങ്ങിയിരിക്കുന്ന അവഗാഡ്രോ നമ്പർ ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എത്ര അവഗാഡ്രോ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, അതായത് 2 അവഗാഡ്രോ നമ്പർ മോൾസ് ആണ് ആ ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ 2 മോൾ എന്ന് പറയും. അതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മില് നമുക്കറിയാം മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ 1 മോൾ വാട്ടറിന്റെ മോളാർ മാസ് എത്രയായിരിക്കും? 18 ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. നമുക്കറിയാം നമുക്ക് മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 18 വാട്ടറിന്റെ മോളിക്കുലാർ മാസ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും അതിന്റെ മോളാർ മാസ്. അതിന് ഗ്രാം മോൾ ഇൻവേഴ്സ് എന്ന് നമ്മൾ എഴുതി വെക്കുകയാണ് പതിവ്. അപ്പൊ ഇനി നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. നമ്പർ ഓഫ് മോൾസ്, ഒരു വസ്തുവിലുള്ള നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാസ് ഓഫ് സബ്സ്റ്റൻസിനെ, അതിനെ സ്മോൾ ലെറ്റർ M കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ മാസ് ഓഫ് ദ സബ്സ്റ്റൻസിനെ മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് കൊണ്ട് എന്താക്കണം? ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിലുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നത്. അതായത് മാസ് ഓഫ് സബ്സ്റ്റൻസ് നമുക്കിപ്പോ ഒരു 2 ഗ്രാം എന്ത് തന്നിട്ടുണ്ട്? സോഡിയം നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അതുപോലെ സോഡിയത്തിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരു സംഖ്യ നമുക്കറിയാം. ഒരു മോളാർ മാസ് M ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്ന പിന്നെ സോഡിയത്തിന്റെ മോളാർ മാസ് കൊണ്ട്, അതായത് സോഡിയത്തിന്റെ അറ്റോമിക് മാസ് തന്നെ ആയിരിക്കും മോളാർ മാസ് വരിക. ഏകദേശം 11 ഒക്കെ വരുന്ന സമയത്ത് തന്നത് എത്ര? 2 ഗ്രാം ആണെങ്കിൽ 2നെ 11 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സംഭവം ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് മോൾസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അതേപോലെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് അതിന്റെ പിന്നെ ആ വസ്തുവിന്റെ മോളാർ മാസിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും.
ഈ റിലേഷൻസ് ആർ യൂസ്ഫുൾ ഇൻ കാൽക്കുലേഷൻ ഇൻവോൾവിംഗ് മോൾസ് ഓഫ് ഓൾ സബ്സ്റ്റൻസ്. അപ്പൊ നിങ്ങൾ വളരെ പിന്നെ എന്താണ് ഭംഗിയായിട്ട് പഠിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് പിന്നെ ഒന്ന് നോക്കാം. ഇൻ എ റിയാക്ഷൻ 0.5 മോൾ ഓഫ് ദ അലുമിനിയം ഈസ് റിക്വയർഡ്. ഒരു റിയാക്ഷൻസിന് നമുക്ക് 0.5 മോൾ ഓഫ് അലുമിനിയം നമുക്ക് ആവശ്യമുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് അലുമിനിയം റിക്വയർഡ് ഇൻ ഗ്രാംസ്. എങ്ങനെയാണ് ഇത് നമുക്ക് അതിൽ അറ്റോമിക് മാസ് ഓഫ് അലുമിനിയം ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോളാർ മാസ് ഓഫ് അലുമിനിയം എത്രയാണെന്ന് നമുക്കറിയാം. അലുമിനിയം മാത്രം ഉള്ളതുകൊണ്ട് ഏകദേശം അറ്റോമിക് മാസുകളുടെ തുകയാണല്ലോ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ ഇവിടെ 27 AMU അറ്റോമിക് മാസ് തന്നിട്ടുണ്ടെങ്കിൽ 27 യൂണിറ്റ് മാറ്റി ഗ്രാം മോൾ ഇൻവേഴ്സ് ആക്കിയാൽ നമുക്ക് മോളാർ മാസ് കിട്ടും. ഇനി റിക്വയർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, ഈ ഒരു ഇക്വേഷൻ ഇതാ, പിന്നെ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് കിട്ടും. അതായത് നമ്പർ ഓഫ് മോൾസിനെ സ്മോൾ ലെറ്റർ n കൊണ്ടും അതുപോലെ മാസ് ഓഫ് ദ സബ്സ്റ്റൻസിനെ സ്മോൾ ലെറ്റർ m കൊണ്ടും പിന്നെ മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസിനെ ഇവിടെ ക്യാപിറ്റൽ M കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷനിലെ m ഇസിക്കൽ ടു n ഇൻറ്റു ക്യാപിറ്റൽ M, അതായത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇസിക്കൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് റിക്വയർഡ് മാസ് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടണം. ഇൻ റിയാക്ഷൻ റിക്വയർഡ് മാസ് എത്രയാണ്, 0.5 ആണ്. പിന്നെ നമുക്ക് റിക്വയർഡ് മാസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇരിക്കുന്നത് എന്താ, 0.5 മോൾ ഓഫ് അലുമിനിയം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം m ഇസിക്കൽ ടു സ്മോൾ ലെറ്റർ m മാസ് ഇസിക്കൽ ടു n ഇൻറ്റു മോളാർ മാസ് ആണെന്ന് അറിയാം. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കുക, റിക്വയർഡ് മാസ് ഇസിക്കൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇവിടെ തന്നിട്ടുണ്ട് എത്ര, ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യന്റെ മുകൾ ഭാഗം നോക്കൂ. ഇൻ എ റിയാക്ഷൻ 0.5 മോൾ ഓഫ് ദ അലുമിനിയം ഈസ് റിക്വയർഡ്. അപ്പൊ ഈ 0.5 മോള് ഈ നമ്പർ ഓഫ് മോൾസ് എന്നുള്ളതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, ഗുണിക്കണം 27 ഗ്രാം മോൾ ഇൻവേഴ്സ്. മോളാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 13.5 ഗ്രാം കിട്ടും. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറയൂ. ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കേ മാം. ഈ പ്രോബ്ലം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്രോബ്ലത്തില്? ഡൗട്ട് ഉണ്ടോ? പറയാമോ? ഓക്കെ, ഇത് ഞാൻ മുന്നോട്ട് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ പിന്നെ ഇത് പഠിച്ചു വെക്കണം. അതായത് ഈ ഭാഗത്ത് നിന്ന് ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഇവിടെ നമ്പർ ഓഫ് മോൾസിനെയാണ് സ്മോൾ ലെറ്റർ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ M ആണ് മോളാർ മാസ്. ഇത് നിങ്ങൾ മാറരുത് കേട്ടോ. സ്മോൾ ലെറ്റർ M എപ്പോഴും മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ M ആണ് മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് സൂചിപ്പിക്കുന്നത്. M ഇസിക്കൽ ടു n ഇൻറ്റു M ആയിരിക്കും. അത് നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് തന്നെ കിട്ടാൻ പറ്റും. അടുത്തത് ടോപ്പിക് നമുക്ക് മോളാർ വോളിയം. അതായത് ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, മോളാർ വോളിയം. മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ മാസ്. ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ വോളിയത്തിന് നമ്മൾ എന്ത് പറയും, മോളാർ വോളിയം. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ Vm എന്നാണ്. ഇസ് ദ വോളിയം ഓഫ് ദ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ്. ഇവിടെ ആ മോളാർ വോളിയം ഇസ് ദ വോളിയം ഓഫ് ദ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് നമുക്കറിയാം. അതേപോലെ അപ്പൊ ഇനി ഒരു മോളാർ വോളിയത്തിന്റെ ഒരു റിലേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. മോളാർ മാസും മോളാർ വോളിയവും തമ്മിൽ റിലേഷൻ എന്താന്ന് വെച്ചാല്, വോളിയം നമുക്കറിയാം, സാധാരണ വോളിയത്തിൽ കാണാനുള്ള ഡെഫിനിഷൻ ആണ് എന്ത്, മാസ് ബൈ ഡെൻസിറ്റി. അതായത് മാസ്, ദ്രവ്യത്തിന്റെ മാസ് ബൈ സാന്ദ്രത
വ്യാപ്തം സമം മാസ് ബൈ സാന്ദ്രത, അതായത് വ്യാപ്തം സമം മാസ് ഹരിക്കണം സാന്ദ്രത എന്ന് നമ്മൾ എപ്പോഴും പഠിക്കണം. അതേപോലെ ഇവിടെ മോളാർ വോളിയം ആണെങ്കിൽ എന്താ, മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ മോളാർ വോളിയത്തിന്റെ ഇക്വേഷൻ ആണെന്ത്, മോളാർ മാസിനെ ഡെൻസിറ്റി കൊണ്ട് ഹരിക്കുക എന്നത്. അപ്പൊ പിന്നെ ഗ്യാസിന്റെ കേസിൽ നമുക്ക് എന്താന്ന് വെച്ചാല് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അപ്ലൈ ചെയ്യാണ്. അതായത് സ്റ്റാൻഡേർഡ് പിന്നെ STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എപ്പോഴും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിനെയാണ് സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ അതുപോലെ 0 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവ് ഫോർ ദിസ് പർപ്പസ് 0 ഡിഗ്രി സെൽഷ്യസ്. ഈ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് 273 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ പറയുന്നതെങ്കിൽ 0 ആയിരിക്കും. 273 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെൽവിൻ സ്കെയിലുള്ള 0 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നത് 273 എന്നാണ്. കെൽവിൻ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 273ലാണ്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് 273 കെൽവിൻ. കെൽവിന്റെ പിന്നെ SI കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പിന്നെ എന്താണ് 273 കെൽവിൻ എന്നാണ് എടുക്കാറുള്ളത്. അതേപോലെ പിന്നെ 1 ബാർ അറ്റ്മോസ്ഫിയറിക് 1 ബാർ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിന്നെ നമ്മള് അതിന്റെ സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക 273 കെൽവിൻ 1 ബാർ പ്രഷർ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ പറയുമ്പോൾ. ഇനി അത് കെൽവിൻ സ്കെയിലിൽ പറയുകയാണെങ്കിൽ 273 കെൽവിൻ ആയിരിക്കും കെൽവിൻ സ്കെയിലിൽ പറയുകയാണെങ്കിൽ. അതേപോലെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ ആണെന്ന് കിട്ടി. എന്നാൽ സ്റ്റാൻഡേർഡ് പ്രഷർ എന്താണ് 1 ബാർ ആണ്. അത് ടേക്കൺ ആസ് സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് എടുക്കും. അപ്പൊ ഇനി STPയിലുള്ള മോളാർ വോളിയം, ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഒരു മാതൃകാ ഗ്യാസിന്റെ മോളാർ വോളിയം, അതായത് ഒരു മോള് സബ്സ്റ്റൻസിന്റെ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് വളരെ ക്ലിയർ ആവണം കേട്ടോ. കാരണം 273 കെൽവിൻ ഊഷ്മാവും ടെമ്പറേച്ചറും അതുപോലെ 1 ബാർ പ്രഷർ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു മോൾ സബ്സ്റ്റൻസിന്റെ വോളിയം എത്രയായിരിക്കും 22.7 ലിറ്റർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് 22.4 എന്നാണ് കാണാറുള്ളത്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 22.7 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് തന്നെ എക്സാമിന് എഴുതിയാൽ മതിയാവും. 22.7 ആണ് STPയിലുള്ള ഒരു മോൾ സബ്സ്റ്റൻസിന്റെ വോളിയം. അതാണ് പിന്നെ 22.7 ലിറ്റർ ആയിരിക്കും. അതായത് ഏതൊരു സംഭവത്തിന്റെ ഒരു മോളിനെ കൊണ്ടുവന്നിട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് പിന്നെ 0 ഡിഗ്രി സെൽഷ്യസിൽ 273 കെൽവിനിലും അതുപോലെ 1 ബാർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും കൊണ്ടുവെക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും 22.7 ലിറ്റർ മോൾ ഇൻവേഴ്സ് ആയിരിക്കും. ഇതാണ് എന്ത് മോളാർ വോളിയം എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഹൗ മെനി മോൾസ് ഓഫ് ദ CU ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ 3.05 gram ഓഫ് ദ കോപ്പർ. കഴിഞ്ഞ ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടില്ല. അത് പ്രോബ്ലം വൈസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ അതും കൂടി അയച്ചു തരും. അപ്പൊ ഇത് നോക്കൂ, ഇതിൽ ക്വസ്റ്റ്യൻ എന്താന്ന് പറയുന്നത് വെച്ചാല് ഹൗ മെനി മോൾസ് ഓഫ് കോപ്പർ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 3.05 gram ഓഫ് ദ കോപ്പർ. റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ദ CU is equal to 63.5. അപ്പം പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ M തന്നിട്ടുണ്ട്. അത് എത്രയാണ് 3.05 gram. അതുപോലെ എന്താ തന്നിട്ടുള്ളത്, ഹലോ പിന്നെ എന്താ തന്നിട്ടുള്ളത്, റിലേറ്റീവ് അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. എത്രയാണ് 63.5.
അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. m is equal to n into m. അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. ഹൗ മെനി മോൾസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് n is equal to m into ഇവിടെ നോക്കട്ടോ, നമ്പർ ഓഫ് മോൾസ് n is equal to സ്മോൾ ലെറ്റർ m ഡിവൈഡഡ് ബൈ m. അപ്പൊ നമുക്ക് ഇവിടെ എന്താവും വേണ്ടി വരിക? ഈ ഇക്വേഷനിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? സ്മോൾ ലെറ്റർ m ഏതാണ് ഇവിടെ? 3.05 gram അല്ലേ? അല്ലേ? ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഏതാ വരിക? ഏതാ വരിക? 63.5 gram. അപ്പൊ 3.05 ഡിവൈഡഡ് ബൈ 63.5 gram. ഇതായിരിക്കും എന്ത്? അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇപ്പൊ അതിന്റെ റൂട്ട് മനസ്സിലാക്കി വെക്കുക. അതിന്റെ പ്രോബ്ലം ഞാൻ 3 ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്ന് ഇതും കൂടി ചെയ്തിട്ട് ഞാൻ ആ 2 പ്രോബ്ലംസും ഇൻഡെക്സ് ക്വസ്റ്റ്യനും ഞാൻ ഇട്ട് തരാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു. ഇനി രണ്ടാമത്തത്, എ പീസ് ഓഫ് ഗോൾഡ് ഹാസ് ദ മാസ് 12.6 gram. അപ്പൊ സ്മോൾ ലെറ്റർ m കിട്ടി, 12.6 gram. ഹൗ മെനി മോൾസ് ഓഫ് ദ ഗോൾഡ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? എത്ര മോൾസ് ആണ് അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമുക്ക് റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് AU ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതില് 197 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ? മോൾസ് ആണ് കാണേണ്ടത്. വീണ്ടും n, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു m, അതായത് സ്മോൾ നമ്പർ ഓഫ് സബ്സ്റ്റൻസ്, മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പൊ എന്താ വരിക? 12.6 ഡിവൈഡഡ് ബൈ, പറയൂ, 12.6 gram ഡിവൈഡഡ് ബൈ 197. വെരി ഗുഡ്, 197. അപ്പൊ അതാണ് ഇക്വേഷന്റെ റൂട്ട്. അപ്പൊ ആദ്യം എങ്ങനെയാണ് നമ്മൾ എഴുതുക? മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് സ്മോൾ ലെറ്റർ m ഇസ് ഈക്വൽ ടു 12.6 gram. അത് ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ എന്താണ്? റിലേറ്റീവ് അറ്റോമിക് മാസ് തന്നതുകൊണ്ട് മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു 197 gram മോൾ ഇൻവേഴ്സ് ആണെന്ന് എഴുതുക. എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ നമ്പർ ഓഫ് മോൾസ് സ്മോൾ ലെറ്റർ n ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. അത് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ എന്ത് കിട്ടും? 12.6 ഡിവൈഡഡ് ബൈ 197 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇൻ എ കമ്പഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത്, അതായത് വസ്തുവിന് കത്തുന്നതിനാണ് എന്ത് പറയാ? കമ്പഷൻ എന്ന് പറയാം. ഏതൊരു വസ്തു C+O2 ഗീവ്സ് CO2. കാർബണ് ഓക്സിജനിൽ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ CO2 ഉണ്ടാകുന്നു എന്നാണ് ആ ഒരു റിയാക്ഷന്റെ മീനിങ്. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് പറഞ്ഞാൽ കാർബണും ഓക്സിജനാണ് ജ്വലനത്തിന് സഹായിക്കുക. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ജ്വലനാണ്. ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകാണ് ഏത്? ഓക്സിജൻ. അപ്പൊ ഇനി കമ്പഷൻ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഇങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കമ്പഷൻ റിയാക്ഷനില് 2.5 മോൾ ഓഫ് ദ CO2 വേർ പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ അപ്പൊ കാർബണും ഓക്സിജനും കത്തിക്കഴിഞ്ഞപ്പോൾ 2.5 മോൾ ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. വാട്ട് വോളിയം വുഡ് ഇറ്റ് ഓക്യുപ്പൈ അറ്റ് STP? നമുക്കറിയാം STPയിലുള്ള 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വോളിയം? പറയൂ, എത്രയാണ്? പറ. STPയിലുള്ള 1 ഞാൻ ഇവിടെ പറഞ്ഞു 273 എന്താ? അത് ടെമ്പറേച്ചർ ആണ്. അത് ടെമ്പറേച്ചർ. STPന്റെ STP എന്നുള്ളതിൽ T ആണ് എന്ത്? 273 0 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ ആണ് 273. എന്നാൽ വോളിയം എത്രയാണ്? 22.7. അപ്പൊ 1 മോൾ സബ്സ്റ്റൻസ് STPയിൽ എത്രയാണ്? 22.7 ലിറ്റർ ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര പറഞ്ഞത്? പോയോ? പേജ് നമ്പർ എത്രയാണ്?
sorry. ഓക്കെ ഇവിടെ നോക്കൂ. പിന്നെ ഇനെ കമ്പഷൻ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ എത്ര പറഞ്ഞത്? 2.5 മോൾ അല്ലേ പറഞ്ഞത് അല്ലേ? അപ്പൊ 2.5 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 22.7 ലിറ്റർ ആണ്. ഇവിടെ എത്ര മോൾ ഉണ്ട്? 2.5 മോൾ ഉണ്ട്. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 22.7 into 2. അപ്പൊ 2.5 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 22.7 into 2.5 മോൾ. ഇത് വളരെ ഈസിയാണ്. കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ കമ്പഷൻ റിയാക്ഷനിൽ 2.5 മോൾ ഓഫ് CO2 were produced. വാട്ട് വോളിയം വുഡ് ബി ഇറ്റ് occupy at STP? സുഖാണ്. 1 മോൾ ആണെങ്കിൽ 22.7 ആണ്. 2 മോൾ ആണെന്നുണ്ടെങ്കിൽ 22.7 into 2. 2.5 ആണെങ്കിൽ എന്താ? 22.7 into 2.5. അതായിരിക്കും അതിന്റെ ആൻസർ. ഈസി അല്ലേ? ഓക്കെ അല്ലേ? ഇത് ഒന്ന് പിന്നെ സോൾവ് ചെയ്തിട്ട് ഞാൻ ഇടാം കേട്ടോ. അതേപോലെ 2-3 ക്വസ്റ്റ്യനും കൂടി ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനി അടുത്തത് മോളിക്കുലാർ ആൻഡ് എംപെരിക്കൽ ഫോർമുല. അപ്പൊ നമ്മള് കഴിഞ്ഞ പിന്നെ അതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ടറിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? H2O എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ CO2 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ മീഥേനെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? CH4. അതായത് മീഥേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഹൈഡ്രജൻ, ഒരു കാർബണിന്റെ വാലൻസി, കാർബണിന്റെ സംയോജകത എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. അപ്പൊ കാർബണിന്റെ സംയോജകത 4 ആവുമ്പോ അതിന് 4 ഹൈഡ്രജനുമായി കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ് എന്ത്? മീഥേൻ. അപ്പൊ അതേപോലെ N2O5 എന്ന് പറഞ്ഞാൽ 2 നൈട്രജനും 5 ഓക്സിജനും, ഡൈനൈട്രജൻ പെന്റാ ഓക്സൈഡ് എന്നാണ് അതിനെ പറയാം. ഈ ഒരു സബ്സ്റ്റൻസിനെയാണ് ഡൈനൈട്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കെമിക്കൽ ഫോർമുല നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ പിന്നെ മോളിക്യൂൾസ് സിമ്പൽ ഉപയോഗിച്ചിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്പർ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫോർമുലേനെ നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാർബണും 2 ഓക്സിജനും. അപ്പൊ എന്താ? CO2. അതേപോലെ മീഥേന്റെ ഒരു കാർബണും 4 ഹൈഡ്രജനും കൂടി ചേർന്നാൽ മീഥേൻ ഉണ്ടാവുമെങ്കിൽ അതിന്റെ മോളിക്കുലാർ ഫോർമുലയാണ് എന്ത്? CH4. അതേപോലെ 2 നൈട്രജനും 5 ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഡൈനൈട്രജൻ പെന്റാ ഓക്സൈഡ് കിട്ടും. അത് അതിന്റെ മോളിക്കുലാർ ഫോർമുലയാണ്. ഇതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. എ മോളിക്യൂൾ ഓഫ് ദ വാട്ടർ, എത്ര ഹൈഡ്രജൻ ഉണ്ട് മോളിക്യൂൾ ഓഫ് വാട്ടറില്? എത്ര ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അതേപോലെ എത്ര ഓക്സിജൻ ഉണ്ട്? മോളിക്യൂൾ ഓഫ് ഒരു ജലതന്മാത്രയിൽ എത്ര ഓക്സിജൻ ഉള്ളത്? 1 ഓക്സിജന്. ഇങ്ങനെ പിന്നെ നമ്മള് ഒരു മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എന്താണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡിഫറെന്റ് എലമെന്റ്സുകള്, അതായത് ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും എന്താ? വ്യത്യസ്ത എലമെന്റുകളാണ്. അവ കൂടി ചേർന്ന് എത്ര നമ്പർ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ഒരു സംയുക്തത്തിൽ എത്ര എലമെന്റ്സുകൾ കൂടി ചേർന്നിട്ടാണ് ആ സംയുക്തം രൂപപ്പെടുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫോർമുലേനാണ് നമ്മൾ എന്ത് പറയാ? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇതിൽ കാണാൻ പറ്റും. മോളിക്കുലാർ ഫോർമുല ഷോസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ദ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. മോളിക്കുലാർ ഫോർമുല എന്താണ് പറയുന്നത്? ഷോസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ ദ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്താണ് വാട്ട് ഈസ് മോളിക്കുലാർ ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത്, മോളിക്കുലാർ ഫോർമുല നമുക്ക് ആ എലമെന്റ്സിലുള്ള
ആ ഒരു പിന്നെന്താണ് ആ കോമ്പൗണ്ടിലുള്ള ആ സംയുക്തത്തിലുള്ള വ്യത്യസ്ത എലമെന്റുകളെ നമുക്ക് കാണിച്ചു തരുന്ന ഫോർമുലയാണ്. ഒരു സംയുക്തത്തില് എത്ര വ്യത്യസ്തമായ ആറ്റങ്ങൾ ഉണ്ടെന്ന് അല്ലെങ്കിൽ എത്ര വ്യത്യസ്തമായ മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് ഒരു സംയുക്തം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഫോർമുലയാണ് എന്ത് പറയുന്നത്, മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോ കുറെ ടൈപ്പ് ഫോർമുല നമ്മൾ കണ്ടിട്ടുണ്ടാവും. പഞ്ചസാരന്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾക്ക് അറിയോ? C6H12O6. അതാണ് ഗ്ലൂക്കോസ്. നോക്കൂ ഇവിടെ C6H12O6 ഇതാണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല. അതിലെ 6 കാർബണും എത്ര ഹൈഡ്രജൻ ഉണ്ട് ഗ്ലൂക്കോസിൽ നോക്കൂ. C6H12O6 12 ഹൈഡ്രജനും എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഓക്സിജനും. അതേപോലെ നമുക്ക് പിന്നെ ഇതിനാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അതായത് എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് മോളിക്കുലാർ ഫോർമുല. എന്നാൽ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് എംപെരിക്കൽ ഫോർമുല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നോക്ക്, C6H12O6 അതില് എത്ര കാർബൺ ഉണ്ട്? 6 എണ്ണല്ലേ അല്ലേ? ഇതില് 3ലും കോമൺ ആയിട്ട് പോണ ഒരു സംഖ്യ 6 അല്ലേ? 6 പോകൂലേ 3 എണ്ണത്തിലും? 6 കാർബൺ, ഹൈഡ്രജൻ 12, O6 ഇതിൽ പോകില്ലേ അല്ലേ? അപ്പൊ നമ്മൾ 6നെ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എന്താ വരിക? അതിന്റെ അനുപാതം എന്താ വരിക? 1:12. എത്ര 6 ഉണ്ട്? 2 എണ്ണല്ലേ? 1:2:1 എന്ന് വരൂലേ? അപ്പൊ അങ്ങനെ അതിലുള്ള റേഷ്യോ, ഒരു മോളിക്കുലാർ ഫോർമുലയിലെ റേഷ്യോനെ മാത്രം നമ്മൾ വേർതിരിച്ച് എഴുതുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? എംപെരിക്കൽ ഫോർമുല. എന്താണ് എംപെരിക്കൽ ഫോർമുല? അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ എംപെരിക്കൽ ഫോർമുല എത്രയായിരിക്കും? CH2O അല്ലേ? കാരണം എന്താ, 1 എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യില്ല. C എത്ര എണ്ണേ ഉള്ളൂ? 1, 1 യൂണിറ്റ് ആണ്. H എത്ര? 2 യൂണിറ്റ് ആണ്. O എത്രയാണ്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ 6 into CH2O എന്ന് എഴുതാം അല്ലേ? അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എംപെരിക്കൽ. അത് എംപെരിക്കൽ ഫോർമുല ഓൺലി ഗീവ്സ് ദ റേഷ്യോ ഓഫ് ദ ഫോർമുല. അപ്പൊ എന്താണ് മോളിക്കുലാർ ഫോർമുല? നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കൃത്യമായി പറഞ്ഞു തരുമ്പം എംപെരിക്കൽ ഫോർമുല എന്ത് മാത്രമേ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ? എന്താണ് അതിലുള്ള റേഷ്യോ എന്ന് മാത്രമാണ്. എത്ര കോമ്പൗണ്ട് എത്ര റേഷ്യോയിലാണ്? ഇപ്പൊ 6CH2O എന്നുള്ള സംഭവം CH2O into 6 അല്ലെങ്കിൽ 1:2:1 എന്ന അനുപാതത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഷുഗർ കെയിന്റെ ഒന്ന് നിങ്ങൾ പറയൂ. ഷുഗർ കെയിൻ അഥവാ കരിമ്പില്ലേ, കെയിൻ ഷുഗർ, അതിന്റെ ഫോർമുല C12H22O11. അതിലിപ്പോ കോമൺ ആയിട്ട് പോണ സംഭവം ഉണ്ടോ? സുക്രോസ്. കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ സുക്രോസ്. അതിനെ നമുക്ക് എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നോക്ക്, C12H22O11 കൃത്യമായി പോണില്ലല്ലോ. 22ലും 11ലും 11 പോകും, പക്ഷെ 12ല് പോവൂല. അപ്പൊ അങ്ങനെ ഉള്ള കേസില് നമ്മൾ എന്താക്കും? പിന്നെ എംപെരിക്കൽ ഫോർമുല പിന്നെ എലമെന്റ്സിന്റെ സിമ്പൽ മാത്രം ആക്കി എടുക്കും. സിമ്പൽ ഓഫ് ദ എലമെന്റ് ഓൺലി ആക്കി എടുക്കും. അതായത് CHO എന്നുള്ളത് മാത്രം എംപെരിക്കൽ ഫോർമുല ആക്കി എടുക്കും. കാരണം അതിൽ കോമൺ ആയിട്ട് പോണ ഒരു സംഭവം ഇല്ലാഞ്ഞാല് നമ്മള് അതിന്റെ സിമ്പൽ തന്നെ അതിന്റെ എംപെരിക്കൽ ഫോർമുല ആക്കി എടുക്കും. സുക്രോസിന്റെ കേസിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ എംപെരിക്കൽ ഫോർമുല നമുക്ക് XN എന്ന് സൂചിപ്പിക്കാൻ പറ്റും. മോളിക്കുലാർ ഫോർമുല ഇസിക്കൽ ടു X. എംപെരിക്കൽ ഫോർമുലനെ N ടൈംസ് ഗുണിച്ചതാണ് പിന്നെ മോളിക്കുലാർ ഫോർമുല കിട്ടുക. അതായത് C6H12O6ന്റെ എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? CH2O ആണ്. 6 into CH2O എന്നായിരിക്കും
പിന്നെ അതിന്റെ എംപെരിക്കൽ ഫോർമുല വരിക. അത് റേഷ്യോനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന സംഭവമാണ് ഈ എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇവിടെ നോക്കൂ, പിന്നെ ഫോസ്ഫറസ് ഫോറും SiT എക്സെട്ര പോലുള്ള സംഭവത്തിനൊക്കെ പിന്നെ എന്താണ്, കുറെ ആറ്റം ഉള്ള കേസിലൊക്കെ എംപെരിക്കൽ ഫോർമുല അതിന്റെ സിമ്പിൾ മാത്രമാക്കിയിട്ടാണ് എഴുതുക എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ കോമൺ സാൾട്ട് ആയ സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അയോണിക് നേച്ചറിലാണ്. അതിലൊരു മോളിക്കുലാർ ഫോമിൽ അത് പിന്നെ എന്താവുന്നില്ല, പ്രസന്റ് ചെയ്യണില്ല. അതുകൊണ്ട് അതിന്റെ എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, 1:1, ഒരു സോഡിയത്തിന് ഒരു ക്ലോറിന്. അതേപോലെ പിന്നെ KCl, NaNO3, MgO തുടങ്ങിയ അയോണിക് സബ്സ്റ്റൻസിന്റെ ഒക്കെ പിന്നെ എംപെരിക്കൽ ഫോർമുല ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്ക്, അമോണിയന്റെ എംപെരിക്കൽ ഫോർമുല എന്താണ്, സെയിം NH3 തന്നെയാണ്. മോളിക്കുലാർ ഫോർമുല NH3 ആണെങ്കിൽ എംപെരിക്കൽ ഫോർമുല NH3 തന്നെ ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, CO2 മോളിക്കുലാർ ഫോർമുല, അതിന്റെ എംപെരിക്കൽ ഫോർമുലയും CO2. അതിന് ഇനി എന്താക്കാനില്ല, ചുരുക്കാനും ഒന്നും അതില്ല. അതേപോലെ ഫ്രക്ടോസിന്റെ എംപെരിക്കൽ ഫോർമുല C6H12O6 നമുക്ക് പക്ഷെ 6 CH2O എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ റേഷ്യോ വെച്ച് മാത്രം നമ്മള് എഴുതുന്നതിനാണ് നമ്മുടെ എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, നേരത്തെ പറഞ്ഞു സൾഫറിന്റെ കേസിൽ 8 ആറ്റം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സിമ്പിൾ മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ അതും എംപെരിക്കൽ ഫോർമുല ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് പിന്നെ ബെൻസീൻ നോക്കൂ, C6H6. അതിന്റെ എംപെരിക്കൽ ഫോർമുല എന്താണെന്നൊന്ന് പറയൂ, ആ ടേബിൾ നോക്കി പറയൂ. CH. കാരണം എന്താ, 6നെ കൊണ്ട് രണ്ടും കോമൺ ആയിട്ട് അതിന്റെ റേഷ്യോ എത്ര, 1:1 അല്ലേ വരുന്നത്. അപ്പൊ 1C 1H. അപ്പൊ റേഷ്യോ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. C6H12O6 ആകുമ്പോൾ റേഷ്യോ എന്താ, 1:2:1 അല്ലേ. നമുക്ക് CHO എന്ന് എഴുതാം അല്ലേ. അതേപോലെ അതിനെ നമുക്ക് 6:CH2O എന്ന് എഴുതാം. അപ്പൊ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് പിന്നെ N:(CH2) അല്ല X:(CH2O). എംപെരിക്കൽ ഫോർമുല CH2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപെരിക്കൽ ഫോർമുലയുടെ എത്രയോ ടൈംസ്, ഒരു പെർട്ടിക്കുലർ ടൈംസ് കോമൺ ആയിട്ട് പോണ ഒരു ഫാക്ടർ ഓഫ് ടൈംസ് ഗുണിച്ചാൽ കിട്ടുന്ന സംഭവമാണ് എന്ത്, മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോഡിയം ക്ലോറൈഡ് NaCl ആണ്, അത് അയോൺ ആണ്. കാൽഷ്യം ഓക്സൈഡും അയോൺ ആണ്. അയോൺ ആവുമ്പോൾ അതിന്റെ എംപെരിക്കൽ ഫോർമുല എന്താണ്, 1:1 തന്നെയാണ്. അപ്പൊ അത് തന്നെ എഴുതുകയാണ് ചെയ്യുക. KCl അതുപോലുള്ള അയോണിക് സബ്സ്റ്റൻസ് ഒക്കെ എന്താ എഴുതുക, അതേപോലെയാണ് അതിന്റെ എംപെരിക്കൽ ഫോർമുല എഴുതുന്നത്. അപ്പൊ എന്താണ് മോളിക്കുലാർ ഫോർമുല, എംപെരിക്കൽ ഫോർമുല എന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ഫോർമുല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണേ. പിന്നെ നമുക്ക് 1 കിലോഗ്രാം മീഥെയിൻ എടുക്കാം. മീഥെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, CH4 ആണ്. അതിൽ എത്ര കാർബൺ പ്രസന്റ് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കണം. അതുപോലെ അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ്. അതിൽ എത്ര നൈട്രജൻ അടങ്ങിയിരിക്കുന്നുണ്ട്, എത്ര കിലോഗ്രാം നൈട്രജന്, പിന്നെ ഒരു 1 കിലോഗ്രാം ഓഫ് അമോണിയയിൽ എത്ര കിലോഗ്രാം നൈട്രജൻ അടങ്ങിയിട്ട്. കാരണം അതില് NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ അമോണിയ മാത്രം എത്ര കിലോഗ്രാം അടങ്ങിയിരിക്കുന്നു, 1 കിലോഗ്രാം അമോണിയയിൽ എത്ര നൈട്രജൻ ഉണ്ട്, അല്ലെങ്കിൽ 1 കിലോഗ്രാം മീഥെയിൻ ഗ്യാസിൽ എത്ര കാർബൺ ഉണ്ട്. അത് പിന്നെ നമ്മളൊരു 58.8% കാർബണും ഓക്സിജനും 28.4% ഓക്സിജനും 8.28% നൈട്രജനും ഒക്കെ എടുത്തിട്ട് പിന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എംപെരിക്കൽ ഫോർമുല എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാല്
നമ്മൾ അറ്റോമിക് മാസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ഫോർമുല പഠിച്ചിട്ടുണ്ട്, മോൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, അതിന്റെ അറ്റോമിക് മാസ്, ഫോർമുല, അതുപോലെ മോൾ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, അത് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നതാണ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ഫോർമുല എന്നുള്ളതിൽ പറയുന്നത്. അത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് അത് പറയുന്നത്. ഇനി അടുത്തത് ഇനി അടുത്തത് നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുല അറിയാമെങ്കിൽ അതില് ഓരോ എലമെന്റ്സും എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയുകയാണെങ്കിൽ, അപ്പൊ അതായത് പിന്നെ Al2O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സൈറ്റ് ആണ്, അലുമിനിയത്തിന്റെ ഒരു അയിരാണ്. അതില് പിന്നെ ഈ ഫോർമുല എടുത്തിട്ട് അതിൽ എത്ര അലുമിനിയം നമുക്ക് അതിന് കിട്ടും എന്ന് നമുക്ക് പറയണം. അപ്പോ അങ്ങനെ പിന്നെ നമ്മള് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അത് പറയാ. അതായത് നമ്മളോട് ചോദിക്കുകയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് തന്നിട്ട് അതിൽ എത്ര, 1 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് നമുക്കറിയണം. അല്ലെങ്കിൽ ബോക്സൈറ്റിൽ എത്ര അലുമിനിയം ഉണ്ട്. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെയും ഓക്സിജന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ Al2O3 ആണ്, അതിൽ എത്ര അലുമിനിയം ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പിന്നെ കണ്ടെത്തുമ്പം ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ് ഓഫ് ദ എലമെന്റ് ഇൻ 1 മോളിക്കുലാർ ഫോർമുല, percentage mass of an element in a compound, mass of a sub element in 1 or in നമുക്ക് പെർസെൻറ്റേജ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾക്ക് മോളിക്കുലാർ ഫോർമുലയിലുള്ള മാസ് ഓഫ് എലമെന്റ് ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലാർ മാസ് ഇൻറ്റു 100, മോളിക്കുലാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100 പറ്റുന്നുണ്ട്. ആ ഒന്നാമത്തെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കേണ്ടതില്ല. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് മാസ് ഓഫ് എൻ എലമെന്റ് കാണണം എന്നുണ്ടെങ്കിൽ അതിന്റെ 1 മോൾ ഓഫ് കോമ്പൗണ്ടിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഒരു കോമ്പൗണ്ടിന്റെ ഇപ്പൊ Al2O3 അലുമിനിയം കാണാൻ നമ്മളോട് പറയാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അലുമിനിയത്തിന്റെ 1 മോൾ ഓഫ് കോമ്പൗണ്ടിലുള്ള അലുമിനിയത്തിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തന്ന അലുമിനിയത്തിന്റെ മാസിനെ ഈ Al2O3 മോളിക്കുലാർ മാസ് കൊണ്ട് ഹരിച്ച്, പെർസെൻറ്റേജ് അല്ല ചോദിച്ചത്, അതുകൊണ്ട് 100ലേക്ക് ആക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒന്ന് ഈ ഒരു ഉദാഹരണത്തിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് അലുമിനിയം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം നമ്മൾ പറഞ്ഞു ഓക്സൈഡില് Al2O3 എത്ര ഓക്സിജന് ഉണ്ട് എന്നുള്ളത്, എത്ര അലുമിനിയം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം അപ്പൊ എന്താ വരിക, പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം എന്ത് വരും, മാസ് ഓഫ് അലുമിനിയം ഇൻ 1 മോൾ Al2O3. Al2O3 1 മോൾ ഓഫ് Al2O3 അലുമിനിയത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ Al2O3 ഇൻറ്റു 100. അപ്പൊ മോളാർ മാസ് ഓഫ് Al2O3 നമുക്ക് കാണാൻ കഴിയും എങ്ങനെ, അലുമിനിയത്തിന്റെ 27 ആണ്. അപ്പൊ നമ്മൾ അറ്റോമിക് മാസ് കണ്ട പോലെ 2 × 27 പ്ലസ് 3 ഓക്സിജൻ ഉണ്ട്, ഓക്സിജന്റെ 16 ഗ്രാം ആണ്. അപ്പൊ എത്ര വരും, ഓക്സിജന്റെ നമ്മള് 16 ഗ്രാം ആവണ സമയത്ത് ആ 16 ഗ്രാം ആവണ സമയത്ത് മോളാർ മാസ് ഓഫ് Al2O3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 × 27 ഗ്രാം പ്ലസ് 3 ×
60 gram to 102 gram ആണ് അതിന്റെ പെർസെന്റേജ് ഓഫ് അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ സിൻസ് 1 mole of the Al2O3 contain 2 mole of aluminum atom, the mass of the aluminum is 2 into 27 gram. അപ്പൊ എത്ര 54. ഇത് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലല്ലോ? ഹലോ? ഇല്ല മാം. ഇല്ല. അപ്പൊ ഈ ഒരൊറ്റ പ്രോബ്ലം മാത്രം എടുക്കുക. സംഭവം എന്താന്ന് വെച്ചാല് നമുക്കിപ്പം ബോക്സൈറ്റ് Al2O3 ആണ് എന്ത് ബോക്സൈറ്റിന്റെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ കെമിക്കൽ ഫോർമുല Al2O3 എത്ര അലൂമിനിയം ഉണ്ട് എന്നുള്ളത്, എത്ര പെർസെന്റേജ് അലൂമിനിയം മാത്രം അതിൽ Al2O3 എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതിനെയാണ് അതിന്റെ പെർസെന്റേജ് നമുക്ക് കാണണം. അതായത് Al2O3 എത്ര ശതമാനം അലുമിനിയം ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതിൽ എത്ര ശതമാനം ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അങ്ങനെ കണ്ടെത്തുന്ന മെത്തേഡിനെയാണ് മുകളിൽ നമ്മൾ കണ്ടത് പെർസെന്റേജ്. നല്ല ബോൾഡാക്കി കറുപ്പിച്ച സംഭവം പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കിട്ടിയില്ലേ? ഈ പറഞ്ഞത് കിട്ടിയില്ലേ? ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇത് കിട്ടിയോ? നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. കിട്ടി. അപ്പൊ നമ്മള് ആ ഒരു ഉദാഹരണം ചെയ്തു നോക്കുകയാണെ. ലെറ്റസ് കാൽക്കുലേറ്റ് പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് അലുമിനിയം ഓക്സൈഡ് Al2O3. അപ്പൊ പെർസെന്റേജ് ഓഫ് അലുമിനിയം എത്രയാണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് അലുമിനിയം ഇൻ 1 mole ഓഫ് Al2O3 നമുക്ക് തന്നിരിക്കും. ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ Al2O3 ഇൻറ്റു 100. അത് ഏതാണ്? ഏത് ഇക്വേഷൻ ആണ് നോക്ക്. ഇവിടെ കണ്ടില്ലേ, മാസ് ഓഫ് എലമെന്റ് ഇൻ 1 mole ഓഫ് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. അതാണ് എന്ത് പെർസെന്റേജ് ഓഫ് സബ്സ്റ്റൻസ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് മോളാർ മാസ് കാണണം. മോളാർ മാസ് കാണാൻ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും അറ്റോമിക് മാസിനെ ഇൻഡ്യൂ ചെയ്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മോളാർ മാസ് ഓഫ് അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Al2O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയത്തിന്റെ ആറ്റോമിക് മാസ് എത്ര? 27 അല്ലേ? അല്ലേ? ഹലോ? 27. അപ്പൊ എത്ര അലുമിനിയം ഉണ്ട്? 2 അലുമിനിയം ഉണ്ട് അല്ലേ? അപ്പൊ 2 into 27 gram പ്ലസ് 3 into 16 gram ഓക്സിജൻ. അതായത് ഇതെല്ലാം കൂടി Al2 2 into 27 പ്ലസ് O3 3 into 16 is equal to 102 gram കിട്ടും. അപ്പൊ അതുകൊണ്ട് 1 mole of Al2O3 contains എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 mole അലുമിനിയം ആണ് നമുക്ക് കിട്ടും. 2 into 27 അല്ലേ? 1 mole അലുമിനിയം എന്ന് പറഞ്ഞാൽ എന്താ? 27 ആണ്. അപ്പൊ എത്ര മോൾ ഓഫ് അലുമിനിയം ഉണ്ട്? 2 mole അല്ലേ ഉള്ളത്? Al2 അത് ആ ഇക്വേഷനിൽ തന്നെ അല്ലേ? Al2 അല്ലെ? അപ്പൊ 2 mole അലുമിനിയം മാറ്റമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാവും മാസ് ഓഫ് അലുമിനിയം എന്ന് പറഞ്ഞാൽ? 2 into 27 gram. അത് എത്രയാണ്? 54 gram. ഈസിയാണ്. നമ്മൾ വിചാരിക്കും എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന്. ഇതിൽ നമുക്ക് ആകെ അലുമിനിയത്തിന്റെ അറ്റോമിക് മാസ് മാത്രം അറിഞ്ഞാൽ മതി അല്ലേ? അപ്പൊ പക്ഷെ അതിനെന്താക്കണം? അപ്പൊ അപ്പൊ എത്ര കിട്ടി? 1 mole ഓഫ് Al2O3 2 mole അലുമിനിയം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മാസ് ഓഫ് അലുമിനിയം ഇൻ പിന്നെ മോൾ എത്രയെന്ന് കിട്ടി? 54 എന്ന് കിട്ടിയില്ലേ? അപ്പൊ 54 ഡിവൈഡഡ് ബൈ എന്ത് എഴുതുക? അതിന്റെ മോളാർ മാസ്. മോളാർ മാസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 102. ഓക്കെ. അതിന് അപ്പോ പെർസെന്റേജ് ഓഫ് അലുമിനിയം ഇസ് ഈക്വൽ ടു 54 ഡിവൈഡഡ് ബൈ 102 കിട്ടും. അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? പെർസെന്റേജ് ആക്കാന് 100ലേക്ക് ആക്കുക. അപ്പൊ നമുക്ക് 54 ബൈ 102 52.9 കിട്ടും. അതിനെ 100ലേക്ക് ആക്കിയാല് എന്താണ് 54 ഡിവൈഡഡ് ബൈ 102 എന്നുള്ളത് നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ചാല് 5290 കിട്ടും.
അതിനെ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്താ പോയിന്റ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 52.9 കിട്ടും. അത്രയും പെർസെന്റേജ് ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അതിന്റെ റൂട്ട് മനസ്സിലായോ? ആ ഓക്കെ. ഇനി വേറൊരു പിന്നെ അതേപോലെ പിന്നെ എന്താണ് അതിലുള്ള അലുമിനിയം മാത്രമല്ല, ഇനി ഓക്സിജനും ഇല്ലേ, 3 ഓക്സിജൻ ഇല്ലേ, ആ ഓക്സിജൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ ഓക്സിജന്റെ എത്ര വരെ 3 × 16 ഗ്രാം അല്ലേ വരിക, അല്ലേ? പിന്നെ എത്ര വരും? 3 × 16 എത്ര വരും? 3 6 18 8 ഒരു 3 1 4 അപ്പൊ 48 ഗ്രാം ഡിവൈഡഡ് ബൈ മറ്റേതിന്റെ Al2O3ന്റെ മോളാർ മാസ് സെയിം തന്നെ 102. അപ്പൊ 48 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 102 × 100. അത് എത്ര കിട്ടും? 47.1%. മനസ്സിലായോ? അപ്പോ നമുക്ക് അറിയാം Al2 ഈ ഒരു പെർസെന്റേജ് പിന്നെ മെത്തേഡ് ഉപയോഗിച്ചിട്ട്, പെർസെന്റേജ് കോമ്പോസിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഏതെങ്കിലും ഒരു സംയുക്തം നമുക്ക് തന്നു. ഇപ്പൊ Al2O3 പോലുള്ള, CO2 പോലുള്ള, K2O7 പോലുള്ള ഏതെങ്കിലും ഒരു സംയുക്തം തന്നാൽ ആദ്യം നമ്മൾ എന്താക്കണം? അത് കണ്ടാൽ തന്നെ അതിന്റെ ഫോർമുലയിൽ തന്നെ നമുക്ക് മനസ്സിലാവാം എത്ര മോൾ ഉണ്ട് എന്നുള്ളത്. അതിന്റെ അറ്റോമിക മാസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോഗ്രാം ഗ്രാം ഉണ്ടെന്ന് കിട്ടും. ആ ഗ്രാമിനെ അതിന്റെ മോളിക്കുലർ മാസിനെ കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ കറസ്പോണ്ടിങ് പിന്നെ കോമ്പൗണ്ടിലുള്ള നമുക്ക് വേണ്ട, ഇപ്പൊ അലുമിനിയം ഓക്സൈഡ് ആണെങ്കിൽ അലുമിനിയം എത്രയെന്ന് കിട്ടും, ഓക്സിജൻ എത്രയെന്ന് കിട്ടും, അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം കേട്ടോ. ഇതിന്റെ ഞാൻ അന്ന് ചെയ്തതുപോലെ ഒരു പേജില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ മാത്രം ഞാൻ നോട്ടായിട്ട് സെൻഡ് ചെയ്ത് തരും കേട്ടോ. നമ്മളെ കെമിസ്ട്രി എന്നുള്ള ഗ്രൂപ്പിലാണ് ഇനി ഇടുക. മറ്റേതിൽ ഇട്ടാൽ എവിടെയാണ് ഇട്ടതെന്ന് എനിക്കും അറിയില്ല. ഞാനൊന്ന് വൈകുന്നേരം നോക്കുമ്പോഴേക്കും ഫിസിക്സിന്റെയും ബാക്കിയുള്ള എല്ലാത്തിന്റെയും മൊത്തം സബ്ജക്റ്റിന്റെയും എല്ലാ ഇഷ്യൂസ് അതിൽ വരുന്നോണ്ട് നമുക്ക് കെമിസ്ട്രി എന്നുള്ള ഗ്രൂപ്പിൽ ഇടാം. അതിലെല്ലാവരും ഇല്ലേ? ഒരുവിധമുള്ളവരൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇനി ആരെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ഏത് സയൻസിന്റെ ഗ്രൂപ്പിൽ തന്നെ ഇടണോ? അപ്പം എന്താ വേണ്ടേ? കെമിസ്ട്രിയിൽ ഇട്ടാലും നല്ലത്, അപ്പം വേഗം എഴുതാലോ. അതെ, കൂടി മറ്റേത് ഒരുപാട് വരുമ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ തെരഞ്ഞു പോകേണ്ട അവസ്ഥ വരും അല്ലേ? നോക്കണം. ഓക്കെ, ഞാൻ കെമിസ്ട്രിയിൽ ഇടാം കേട്ടോ. അപ്പൊ ആരെങ്കിലും ആഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതിന്റെ അഡ്മിൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇങ്ങനെ പോയി കളിക്കണല്ലോ. ഇനി ഇതാ, അപ്പൊ നമ്മള് ഇത് കിട്ടി. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാട്ടോ. ബ്യൂട്ടനോയിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് എന്ത്? C4H8O7. എന്താണ് ഇതിന്റെ എലമെന്റൽ അനാലിസിസ് ഓഫ് ദ ബ്യൂട്ടനോയിക് ആസിഡ്? അപ്പൊ എലമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൽ എത്ര കാർബണിന്റെ പെർസെന്റേജ് ഉണ്ട്, അതിലുള്ള 3 എലമെന്റ് ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണ് ബ്യൂട്ടനോയിക് ആസിഡിലുള്ള 3 മൂലകങ്ങൾ, 3 എലമെന്റുകൾ. അപ്പൊ എലമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൂലകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് എത്ര ശതമാനം ഉണ്ടെന്നൊന്ന് അനാലിസിസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എലമെന്റൽ അനാലിസിസ് എന്ന് പറയാം. അപ്പൊ കാർബണും ഹൈഡ്രജനും ഓക്സിജനില് എത്ര ശതമാനം കാർബൺ ഉണ്ട്, എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ട്, എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എലമെന്റൽ അനാലിസിസ് എന്ന് പറയാം. നമുക്ക് പേടിക്കാനില്ല. കാരണം എന്താണ്? നമുക്ക് തൊട്ടു മുമ്പുള്ള ഒരു ഫോർമുല നമ്മളെ കൂടെ ഉണ്ട്. എന്താണ്? ഇതിലുള്ള പെർസെന്റേജ് ഓഫ് എലമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ല, മോൾസ് ഇൻ എ എന്താണ്? മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ 1 mole ഡിവൈഡഡ് ബൈ ദ മോളിക്കുലർ മാസ് ഇൻറ്റു 100.
അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C4H8O11 ആണ്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. അപ്പൊ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? എത്ര കാർബൺ ഉണ്ട്? ഓക്കെ, അപ്പൊ 4 × 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 അല്ലേ? 8 × 1 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 2. 2 × 16. അപ്പൊ മൊത്തം എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടോ. അപ്പൊ ആഡ് ചെയ്ത് ഇതിൽ ആൻസർ ഉണ്ട്, അതുകൊണ്ട് സുഖാണ്. 88 ഗ്രാം ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ആദ്യം തന്നെ എഴുതി വെച്ചാൽ നമുക്ക് സുഖാണ്. പെട്ടെന്ന് പിന്നെ എന്താണ് കാർബണിന്റെ ഇപ്പൊ തന്നെ മനസ്സിലായ എത്ര? 4 × 12 എത്ര? 48 ഗ്രാം അല്ലേ? ഇനി പെർസെന്റേജ് ഓഫ് കാർബൺ പെട്ടെന്ന് കിട്ടൂലേ? അല്ലേ? 48 ഡിവൈഡഡ് ബൈ 88 × 100 54.5%. അടുത്ത എന്തായിരിക്കും? കാണാതെ പറയൂ. 8 × 8 അല്ലെ? 8 ഡിവൈഡഡ് ബൈ 88 × 100 എത്ര വരും? 8 പിന്നെ എന്താക്കി വെട്ടിപ്പോയി കഴിഞ്ഞാൽ എത്ര വരാ? 11 അല്ലേ? 1/11 × 100 എത്ര വരും? 9.1% അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ വരിക? 2 × 16 32 അല്ലേ ഓക്സിജന്? അത് മുകളിൽ അതങ്ങ് എഴുതി വെച്ചാൽ ഈസിയാണ്. പിന്നെ 32 ഡിവൈഡഡ് ബൈ 88 × 100 = 36.4. ഓക്കെ അല്ലേ? The percentage of oxygen in butanoic acid can also be calculated as follows. Percentage of oxygen പിന്നെ അങ്ങനെ ഓക്സിജനും കാണാം. ഇപ്പൊ നമ്മള് പിന്നെ percentage of oxygen. ഇനി percentage of oxygen in butanoic acid also can be calculated as follows. അപ്പോട്ടെ പിന്നെ അത് ആ മെത്തേഡ് ഇനി പഠിക്കണ്ട, ഈ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതി. മോനെ വാതിൽ അടയ്ക്കണേ. ഓക്കെ, പിന്നെ അപ്പൊ പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ബൈ മാസ് 100 മൈനസ് പെർസെന്റേജ് ഓഫ് കാർബൺ ബൈ മാസ് പ്ലസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ. അത് ഏതെങ്കിലും ഒന്നിൻ്റെത് കാണാൻ സുഖാണ്. ബാക്കി എല്ലാ എണ്ണത്തിന്റെയും കൂട്ടിയിട്ട് 100ന്ന് മൈനസ് ചെയ്യാന്. അപ്പൊ അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ബാക്കി 2 കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തത് നമുക്ക് പിന്നെ ഇതന്നെ ഉപയോഗിച്ച് ചെയ്യണം എന്നൊന്നുമില്ല. ബാക്കി 2 കൂട്ടിയിട്ട് 100ന്ന് എന്താക്കിയാ മതി? കുറച്ചാ മതി. മനസ്സിലായോ? ഹലോ ആരും ഇല്ല, എല്ലാരും ഉറങ്ങിയോ? 2 കിട്ടിക്കഴിഞ്ഞാലേ 2 പെർസെന്റേജ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തത് പിന്നെ കിട്ടാൻ വേണ്ടി എളുപ്പമാണ്. 2 കൂട്ടിയിട്ട് 100ന്ന് കുറച്ചാ മതിയല്ലോ. 100 അല്ലേ ഇപ്പൊ മാക്സിമം ഉണ്ടാവുള്ളൂ 3 കൂടി കൂട്ടിയാലേ, അല്ലേ? ഓക്കെ അല്ലേ അത്? പറഞ്ഞത് ഓക്കെയാണ്. അപ്പൊ ഇനി അടുത്തത്, ഇനി നമുക്ക് എംപെരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഒരു ഫോർമുല സ്റ്റോക്കിയോമെട്രി, ചിലർ സ്റ്റോഷിയോമെട്രി എന്ന് പറയും, ചിലർ സ്റ്റോക്കിയോമെട്രി എന്ന് പറയും. രണ്ടും പ്രൊനൗൺസിയേഷൻ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് അടുത്ത വിഭാഗത്തില് പറയുന്നത്. അതായത് പിന്നെ ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം 1 ഗ്രാം അറ്റോമിക് മാസ് ആണ്. 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റത്തിന് 16 ഗ്രാം അറ്റോമിക് മാസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം, അതായത് ഓക്കെ അത് വേണ്ട, ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ഇത് വെച്ച് പറയാം. അതായത് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ n =
മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ നമ്മൾ പഠിച്ച N സ്മോൾ ലെറ്റർ m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M എന്ന് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇതിവിടെ മോൾസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്ന മാസ് ഓഫ് ഹൈഡ്രജന് ഡിവൈഡഡ് ബൈ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ്. മാസ് ഓഫ് ഹൈഡ്രജന് 11.11 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്തായിരിക്കും? 1 ആയിരിക്കും. = 11 അങ്ങനെ കിട്ടും. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് പോയോ? ഇതിൽ പറയുന്നത് ഒരു എലമെന്റ്സില് സെയിം നമ്പർ ഓഫ് ആറ്റം ആസ് എ മോൾ ഓഫ് അനദർ എലമെന്റ്സ്. തിങ്ക് എ മോൾ ഓഫ് വൺ എലമെന്റ് കണ്ടെയ്ൻസ് the same number of atoms as the mole of another element. The ratio of the moles of the atoms in a compound is also the ratio of the numbers of atoms. അതായത് ഇവിടെ വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു 1 മോൾ ഓഫ് എലമെന്റില് 1 മോൾ ഓഫ് മൂലകത്തില് അത്ര തന്നെ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആസ്, ഇപ്പൊ ഒരു മോൾ ഓഫ് മൂലാണെങ്കിൽ അതിൽ ഒരു ഒരു ആറ്റം ഉണ്ട് വിചാരിച്ചോ, മറ്റൊരു എലമെന്റ്സിന്റെ ഒരു ആറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ എപ്പോഴും ഉണ്ടാവുക എന്താണ്? നമ്പർ ഓഫ് ആറ്റത്തിന്റെ റേഷ്യോയിൽ തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. റേഷ്യോ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ടു ഓക്സിജൻ ആറ്റംസ് 11.11:5.55 ആണെന്നുണ്ടെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. പിന്നെ എന്താ കിട്ടുക? 2 കിട്ടും. പിന്നെ അതേപോലെ സോറി കേട്ടോ. പിന്നെ H2O എംപിരിക്കൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:1 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാ നോക്കൂ. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു ഫോർമുല വെച്ചിട്ട് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ n ആണ്. n സ്മോൾ ലെറ്റർ m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. അത് വെച്ചിട്ട് പിന്നെ മാസ് ഓഫ് ഹൈഡ്രജൻ ഇവിടെ 11 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ 1. അങ്ങനെയാകുമ്പോ മോൾ ഓഫ് ഹൈഡ്രജൻ = 11.11 കിട്ടും. അതേപോലെ മോൾ ഓഫ് ഓക്സിജന് എന്ത് കിട്ടും? മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88.89 ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഓക്സിജൻ 16 ആണ്. അപ്പൊ 5.55 മോൾ ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ 2 കിട്ടിയതിന്റെയും റേഷ്യോ, അതായത് ഹൈഡ്രജന്റെ H:O എന്നുള്ള റേഷ്യോ നമ്മൾ താഴത്തോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? 11.11:5.55. അപ്പൊ ഇങ്ങനെ ആവണ സമയത്ത് നമ്മള് 11.1 എത്ര 2 മോൾസ് ഇത് ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. 11.11 ഡിവൈഡഡ് ബൈ 5.55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അത് ഹൈഡ്രജന്റെ റേഷ്യോ ആണ്. അതേപോലെ 5.55 ഡിവൈഡഡ് ബൈ 5.55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ 2:1 റേഷ്യോയില് അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല എഴുതാൻ പറ്റും. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആയിരിക്കും ജലത്തിൽ ഉണ്ടാവുക എന്ന്, H2O. അത് പിന്നെ ഇതിൽ കുറെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഞാൻ എഴുതി പറഞ്ഞുതരാം കേട്ടോ. അത് അവിടെ കിടക്കട്ടെ, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അപ്പൊ നോക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ.
ഇനി നോക്കൂ, ഫോർ ദ കോമ്പൗണ്ട് കുറച്ച് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പൊ മുകളിൽ പറഞ്ഞ സംഭവമൊക്കെ കൃത്യമായിട്ട് ക്ലിയർ ആവും. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫോർ ദ കോമ്പൗണ്ട് Fe3O4 കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് ഓഫ് ദ അയൺ ആൻഡ് ഓക്സിജൻ. ഇത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? Fe3O4ന്റെ എന്ത് എഴുതുക? Fe3O4ൽ എത്ര അയൺ ഉണ്ട്? 3 മോൾ ഓഫ് അയൺ ഉണ്ട് അല്ലേ? അപ്പൊ ആദ്യം അതിന്റെ എന്ത് കാണണം? മോളിക്കുലാർ ഫോർമുല, മോളാർ മാസ് കാണണം. എന്നിട്ട് 3 ഇൻറ്റു അയണിന്റെ എത്രയാണ് അത്, അതുപോലെ ഓക്സിജന്റെ 16, അയണിന്റെ എത്രയാണ്? പിന്നെ അയണിൻ്റെത് വരുന്നത് 105.9. എത്രയാണ്? 55.9. 55.9. ഓക്കെ, 55.9 ഇൻറ്റു 3 പ്ലസ് 16 ഇൻറ്റു 4 വരും. അപ്പോ പിന്നെ അതിൽ നിന്ന് നമുക്ക് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ, അപ്പൊ 3 ഇൻറ്റു 55.9 ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസും ഇൻറ്റു 100 എന്ന് വെച്ചിട്ട് നമുക്ക് അതിന്റെ പെർസെന്റേജ് കാണാൻ പറ്റും ഓരോന്നിന്റെയും. അപ്പൊ അതൊക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ സ്റ്റേറ്റ് പെർസെന്റേജ് കോമ്പോസിഷൻ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. കാർബൺ ഇൻ സ്ട്രോൺഷ്യം, കാർബൺ O3. അന്ന് ഞാൻ തന്ന ഓരോന്നിന്റെയും അറ്റോമിക് മാസിന്റെ ഒരു ടേബിൾ ഇല്ലേ, അതില് വെച്ച് നോക്കിയിട്ട്, അതുപോലെ H2SO4, SO3 ഇൻ H2SO4, SO3 ഇൻ H2SO4 ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ കാണേണ്ടി വരും? പിന്നെ H2SO4ന്റെ മൊത്തം കണ്ടിട്ട് അതിന്റെ S ആവുമ്പോ എത്ര മൊത്തം 4 മോൾസ് ഉണ്ട്. അപ്പൊ എസിന്റെ മോൾസ് പ്ലസ് O3 അങ്ങനെ വരും. അതുകൂടി കാൽക്കുലേറ്റ് ചെയ്തിടാവും കേട്ടോ. ഞാൻ ഇവിടെ ഈ ബോർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആകെ ഒരു കോംപ്ലിക്കേഷൻ വരികയാണ്. അപ്പൊ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഈ ആദ്യം ഒരു ദിവസം ഞാൻ ബാക്കി ഓരോന്നും വീതം ഇടാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ തൊട്ട് താഴെ തന്നെ വോയിസിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞും ചെയ്തു കേട്ടോ. അപ്പൊ മനസ്സിലാവും. അതേപോലെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഇടാം. ഇനി കെമിക്കൽ ഇക്വേഷൻ ആൻഡ് റിയാക്ഷൻ സ്റ്റോഷിയോമെട്രി. ഒരു കെമിക്കൽ ഇക്വേഷൻ ആണെന്ത്? 4 അയൺ സോളിഡ്, 4 അയൺ ബാറുകള് 3 ഓക്സിജനുമായിട്ട് ജ്വലിച്ചു കഴിഞ്ഞാല് 2 Fe2O3 സോളിഡ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അപ്പോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ആ ഇക്വേഷന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്? 4 മോൾ ഓഫ് അയേണ് 3 മോൾ ഓഫ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചപ്പം 2 മോൾ ഓഫ് Fe2O3 കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ആ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിയൂലേ അല്ലേ? ഹലോ, ഓക്കെ. പിന്നെ ചെയ്യെന്താ വെച്ചാല്, പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ബ്രാക്കറ്റിൽ S എന്ന് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇത് ഒരു സോളിഡും ഗ്യാസും കൂടി ചേർന്നിട്ട് ഒരു സോളിഡ് ഉണ്ടാവുകയാണ് ആ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ മുകളിൽ തന്ന എന്തൊക്കെ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒന്നാമത് നമ്മളൊരു ഇക്വേഷൻ കാണുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റേറ്റീവ്, അതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് അതിന്റെ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അതിന്റെ ക്വാണ്ടിറ്റി എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളതും നമുക്ക് ക്വാണ്ടിറ്റി പിന്നെ ഒരു റിയാക്ഷൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിലുള്ള ആറ്റംസ്, മോളിക്യൂൾസ്, ഫോർമുല യൂണിറ്റ് വെച്ചിട്ടും, അതേപോലെ അതിന്റെ ഒരു ഫിസിക്കൽ അവസ്ഥ, സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്നൊക്കെ ഉള്ളത് ഒരു റിയാക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതില് മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കെമിക്കൽ റിയാക്ഷൻസിലുള്ള ആറ്റമിന്റെയും മോളിക്യൂൾസിന്റെയും ഫോർമുല യൂണിറ്റും, അതായത് ഇപ്പൊ മുകളിൽ പറഞ്ഞ ഇതിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആറ്റംസ്. എത്ര ആറ്റംസ് ഉണ്ട്? 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. അതേപോലെ 4 അയേൺ ആറ്റം ഉണ്ട്. അതേപോലെ 2 അയേൺ ഓക്സൈഡ് ഉണ്ട് എന്നുള്ള ആറ്റത്തിന്റെ ഒരു അളവ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് എന്ത്?
മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ Fe2O3 എന്നുള്ള ഫോർമുല യൂണിറ്റ്, പിന്നെ അതേപോലെ ഒക്കെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിന്റെയൊക്കെ ഫോർമുല യൂണിറ്റുകൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. എത്ര തന്മാത്രകൾ ഉണ്ട്, എത്ര ആറ്റം ഉണ്ട് എന്നൊക്കെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയതാണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ്. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ചെറിയ, മാക്രോസ്കോപ്പിക് ആണ് ബൾക്ക് ആയിട്ടുള്ള, അതായത് മോൾസ്, എത്ര മോൾസ് ഉണ്ട്, എത്ര മാസ് ആണ് അതിലുള്ളത്, അതേപോലെ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, അതായത് വോളിയം എത്ര ഉണ്ട്, ഗ്യാസ് സബ്സ്റ്റൻസിന്റെ കേസിൽ. അതേപോലെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോ ഇനി മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കൂ, ഒന്നും കൂടി നമ്മൾ നോക്കുകയാണ്. 4 അയൺ സോളിഡ് പ്ലസ് 3 മോൾ ഓഫ് ഓക്സിജൻ ഗ്യാസ് ഗീവ്സ് 2 Fe2O3 സോളിഡ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ 4 ആറ്റംസ് ഓഫ് അയൺ റിയാക്ട് വിത്ത് 3 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ടു ഫോം ഫോർമുല യൂണിറ്റ് ഓഫ് അയൺ ഓക്സൈഡ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ഇൻഫർമേഷൻസ് നമുക്ക് താഴെ പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് എന്താക്കാം, മാറ്റി എഴുതാം. 4 ആറ്റംസ് ഓഫ് അയൺ 3 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ കമ്പൈൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി, 2 ഫോർമുല യൂണിറ്റ് ഓഫ് Fe2O3 കിട്ടിയിരിക്കുന്നു എന്ന് നമുക്ക് അതിനെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി, ഇതൊക്കെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയാം. എന്നാൽ ഇതേ സംഭവത്തിന്റെ മാക്രോസ്കോപ്പിക് പിന്നെ ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മോൾസ്, നമ്മൾ നേരത്തെ പഠിച്ച മോൾസ്, അതിന്റെ മോളിക്കുലാർ ഫോർമുല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിനാണ് എന്ത് പറയാ, പിന്നെ മാക്രോസ്കോപ്പിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതിൽ ഒന്നാമത്തേത് മോൾസ് തന്നെയാണ്. നോക്കൂ, ഇതേ റിയാക്ഷൻസ് തന്നെ ഒന്നും കൂടി താഴെ എഴുതിയിട്ടുണ്ട്. 4 ആറ്റംസ് ഓഫ് അയൺ പ്ലസ് 3 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ 2 ഫോർമുല യൂണിറ്റ് ഓഫ് Fe2O4. അപ്പൊ നമുക്കൊരു ഒരു കാര്യം മനസ്സിലാക്കുക, അതിന്റെ മാക്രോസ്കോപ്പിക് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യാണ്. അതിലുള്ള മോൾ റിലേഷൻഷിപ്പ് ആണ് ഒന്നാമത്തെ മാക്രോസ്കോപ്പിക് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിലുള്ള മോൾ റിലേഷൻഷിപ്പ് എന്താ, 4 അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ഓഫ് അയൺ ഉണ്ട് എന്നാണ് ഒന്നാമത് 4 FeS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ 3 അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് മോൾ കൺസെപ്റ്റില്, ഒരു പിന്നെ മോളിക്യൂൾ ആറ്റത്തിൽ എന്തുണ്ട്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു ആറ്റത്തില് 1 മോൾ സബ്സ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഒരു മോളിക്യൂൾസിൽ എന്തുണ്ട്, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി പിന്നെ മാക്രോസ്കോപ്പിക്കലി ഒന്ന് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. 4 Fe സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ, 4 × അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അവിടെ ഉണ്ട്, റിയാക്ഷൻ നടത്തുന്നുണ്ട്. ആരോടാണ് റിയാക്ഷൻ നടത്തുന്നത്, 3 അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഓഫ് ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തുന്നു. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, 2 അവഗാഡ്രോ നമ്പർ ഫോർമുല യൂണിറ്റ് ഓഫ് ദ അയൺ ഓക്സൈഡ് അഥവാ Fe2O3 നമുക്ക് കിട്ടുന്നു. അതിന്റെ അർത്ഥം എന്താ, 4 മോൾ ഓഫ് അയൺ 3 മോൾ ഓഫ് O2ന്റെ കൂടെ കൂടി ചേർന്നിട്ട് 2 മോൾ ഫോർമുല യൂണിറ്റ് ഓഫ് Fe2O3 നമുക്ക് അവൈലബിൾ ആവുന്നു എന്നാണ് അതില് പറയുന്നത്. വി മേ റീറൈറ്റ് ദ എബോവ് ഇക്വേഷൻ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, പിന്നെ റീറൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ പോവാണല്ലോ. ഓക്കെ, നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. 4 മോൾ ഓഫ് അയൺ റിയാക്ട് വിത്ത് 3 മോൾ ഓഫ് O2. താഴെ മോൾ വെച്ചിട്ട് എഴുതുന്നതിനാണ് നമ്മൾ റീറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് രണ്ടാമത്തെ മാക്രോസ്കോപ്പിക് കൺസെപ്റ്റ് ആണ് മാസ് റിലേഷൻഷിപ്പ്. അതായത് മോളാർ മാസ് ഓഫ് അയൺ നമുക്ക് എത്രയെന്ന് കിട്ടും, ഇയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 55.8 ഗ്രാം ആണെന്ന് നമുക്കറിയാം. മോളാർ മാസ് ഓഫ് O2 2 × 16 ഗ്രാം ആണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഇക്വേഷനിൽ ഒന്ന് ബൾക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളാർ മാസ് ഓഫ് Fe2O3 എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, 2 × 55.8 പ്ലസ് 3 × 16 മോൾ ഇൻവേഴ്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം.
159.6 gram mole inverse. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസിങ് ദ സ്മോളർ മാസസ് വി ക്യാൻ കൺവേർട്ടഡ് ദ മോൾ റിലേഷൻഷിപ്പ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. എങ്ങനെ എഴുതാം? 4 അയണ് 4 × 55.8 ഗ്രാം അഥവാ എത്രയുണ്ട്? 223.2 ഗ്രാം അയണ്. അത് എങ്ങനെ കിട്ടുന്നു? 4 × 55.8 223.2 ഗ്രാം അയണ് പ്ലസ് 3 × 32 ഗ്രാം ഓക്സിജൻ 96 ഗ്രാം ഓഫ് O2 ഗീവ്സ് 2 × 159.6 ഗ്രാം ഓഫ് Fe2O3, അതായത് 319.2. ഇപ്പൊ മാക്രോസ്കോപ്പിക്കിൽ നമുക്ക് ഒന്നിന്റെ മോളാർ മാസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. എന്ത്? 223.2 ഗ്രാം അയണും അതുപോലെ 96 ഗ്രാം ഓഫ് ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എത്ര ഗ്രാം Fe2O3 കിട്ടുന്നുണ്ട്? പിന്നെ 319 ഗ്രാം Fe2O3 കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ അതിനെ മൊത്തം നമുക്ക് അവസാനം ഫൈനലി ഈ ഒരു ഇക്വേഷൻ ആയിട്ട് പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റും? എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പഠിച്ചത് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാം. എങ്ങനെ ഈ അളവ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഹലോ, മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് വോളിയം റിലേഷൻഷിപ്പ്. വോളിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് STPയിലുള്ള വോളിയം ആണ്. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ STPയിലുള്ള വോളിയം എത്രയാണ് ഒന്ന് പറയോ? എത്രയായിരിക്കും? ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ STPയിലുള്ള വോളിയം എത്രയായിരിക്കും? പറയൂ. 22.7. 22.7. ഓക്കെ. അപ്പൊ വോളിയത്തിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STPയില് പിന്നെ ഉള്ള പിന്നെ വോളിയം റിലേഷൻഷിപ്പ് അത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് STPയിലാണെന്നുണ്ടെങ്കിൽ എത്രയെന്ന് പറയാം. ഇത് നമുക്ക് കിട്ടിയിട്ടില്ലേ? ഈ ഇക്വേഷന് വീണ്ടും ഇതാ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. 4 അയൺ സോളിഡ് പ്ലസ് 3 ഓക്സിജൻ ഗ്യാസ് ഗീവ്സ് 2 Fe2O3 സോളിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എത്ര പിന്നെ എത്ര ഓക്സിജൻ ഉണ്ടാവും? നമുക്കറിയാം 4 മോൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 മോൾ. എത്ര അയൺ ഉണ്ടാവും? 4 × 22.7 ലിറ്റർ അല്ലേ? എത്ര അയൺ ഉണ്ടാവും? അല്ലേടോ? ഒരു മോൾ എന്ന് പറഞ്ഞാല് 22.7 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 മോൾ എന്ന് പറഞ്ഞാൽ എത്ര? 4 × 22.7. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് 3 എത്ര ഓക്സിജൻ STPയിൽ എത്ര ഓക്സിജൻ ഉണ്ടാവും എന്ന് വെച്ചാൽ എന്താ വരിക? 3 മോളാണ്. മോളിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ STPയിലെ വോളിയം പറയാൻ ഭയങ്കര ഈസിയാണ്. അതിനെ 22.7 കൊണ്ട് എന്താക്കിയാൽ മതി? പെട്ടെന്ന് ഗുണിച്ചാൽ മതി. 3 × 22.7. അതേപോലെ എത്ര പ്രൊഡക്റ്റ്, എത്ര വോളിയം ഓഫ് അയൺ ഓക്സൈഡ് നിങ്ങൾക്ക് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ STPയിൽ അതിന്റെ വോളിയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ പറയാൻ പറ്റും. 2 × 22.7 ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ റിലേഷന്. അപ്പൊ നോക്കൂ, മൊത്തം ഈ ഒരു ഈ ഒരു ഇക്വേഷന് ഒന്ന് എൻലാർജ് ചെയ്തെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് അതിന്റെ വോളിയം ബേസിൽ 4 ആറ്റംസ് 4 മോള് 4 × 55.9 എത്ര കിട്ടും? 223 ഗ്രാം. അപ്പൊ 4 മോൾ എന്ന് പറഞ്ഞാൽ STPയിലാണെങ്കിൽ 4 × 22.7 വോളിയം കിട്ടും. അങ്ങനെ 3 മോൾ ആണെങ്കിൽ 3 × അത് നേരത്തെ പറഞ്ഞു. അപ്പൊ STPയിൽ അതിന്റെ വോളിയം ഓക്സിജന്റെ 68 ആണ്. അപ്പൊ ഇത്രയും. ഇനി വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്നും കൂടി പറയാം. പിന്നെ എന്താണ്? നൈട്രജൻ ഗ്യാസും 3 ഹൈഡ്രജൻ ഗ്യാസും കൂടി ചേർന്ന് കഴിഞ്ഞാല് 2 അമോണിയ ഉണ്ടാവും. 2 അമോണിയ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൾസ് എത്രയാണ് ഒന്ന് നിങ്ങൾ പറയോ? അമോണിയയിൽ നൈട്രജൻ എത്ര മോളാ? നൈട്രജന്
നൈട്രജൻ എത്ര മോളാണ് ഈ ഒരു ഇക്വേഷനിലെ? എത്രയാണ് പറ? കേക്കുന്നില്ല? എന്താണ്? 1 മോളല്ലേ? ഹലോ. അതെ മാം. ഓക്കെ. പിന്നെ അടുത്തത് പിന്നെ എത്ര ഹൈഡ്രജൻ ആണ്? 2 ഹൈഡ്രജൻ. അല്ല, ഹൈഡ്രജൻ എത്ര? 3 മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ എത്രയാണ് വരിക? ഒരു മോളിക്യൂൾസിൽ ഒരു മോള്. ഒരു ആറ്റത്തിൽ ഒരു മോൾ ഉള്ളത് പോലെ ഒരു മോളിക്യൂൾസിലും എത്ര തന്നെ ഉള്ളൂ? ഒരു മോളേ ഉള്ളൂ. അവഗാഡ്രോ നമ്പർ ഓഫ് നമ്പറേ ഉള്ളൂ. അപ്പൊ 3 മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 മോൾ അല്ലേ? ഹലോ. കാരണം എന്താ? N2 H2 ഒക്കെ എന്താ ഡയാറ്റോമിക് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന സംഭവങ്ങളാണ്. മനസ്സിലായോ മക്കളെ? ഹലോ. ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് 1 മോൾ നൈട്രജൻ ഉണ്ട്, 3 മോൾ ഹൈഡ്രജൻ ഉണ്ട്, 2 മോളിക്യൂള് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോൾ എന്തുണ്ട്? അമോണിയയും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മോൾ നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 28 ഗ്രാം ആണ്. അപ്പൊ എത്രയാണ് ഹൈഡ്രജന്റെ എത്ര വരിക? H2 ആണ്. H2 ആവുമ്പോ അവിടെ 2 ആണ്. അപ്പൊ 3 × 2 6 ഗ്രാം. അതേപോലെ പിന്നെ എന്താണ്? അമോണിയ ആവുമ്പോ 2 മോള്, അങ്ങനെ 34 ഗ്രാം. അങ്ങനെ മൊത്തം STPയില് 1 മോളാണെന്നെങ്കിൽ 1 × 22.7 ലിറ്റർ. പിന്നെ 3 മോളാണെങ്കിൽ 3 × 22.7 ലിറ്റർ. 2 മോളാണെന്നുണ്ടെങ്കിൽ 2 × 22.7 ലിറ്റർ. അങ്ങനെ എഴുതാം. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ C4H10ന്റെ 2 മോൾ. C4H10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടൈൻ ആവും. ബ്യൂട്ടൈന്റെ പിന്നെ ബ്യൂട്ടൈൻ വാതകത്തിന്റെ 2 മോള് പ്ലസ് 13 മോൾ ഓഫ് ഓക്സിജൻ ഗീവ്സ് 8 മോൾ ഓഫ് ദ CO2 പ്ലസ് 10 H2O. ഇതൊക്കെ നോക്കൂ, താഴെ കറക്റ്റ് 2 മോളിക്യൂൾസ്, 13 മോളിക്യൂൾസ്, 8 മോളിക്യൂൾസ്, 10 മോളിക്യൂൾസ്. അതില് 2 മോളിക്യൂൾസ് ആണെങ്കിൽ സുഖാണ്, 2 മോളാണ്. 2 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പൊ പിന്നെ 4 × 12 പ്ലസ് 10 × 2, അപ്പൊ 116 ഗ്രാം. 2 മോൾ എന്ന് പറഞ്ഞുകൊണ്ട് STPയിലാവുമ്പോ എന്താ? 2 × 22.7. അങ്ങനെ. പിന്നെ അപ്പൊ അതിന് 2 വോളിയം, ഇവിടെ 13 വോളിയം, ഇവിടെ 8 വോളിയം, ഇവിടെ 10 വോളിയം എന്നുള്ളത് നമുക്ക് അതിന്റെ ലിസ്റ്റ് ഇങ്ങനത്തെ ഒരു ലിസ്റ്റ്, അതിന്റെ കാറ്റലോഗ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അമോണിയന്റെ എക്സാമ്പിൾ തന്നെയാണ്. ആ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം പറഞ്ഞിട്ട് നമുക്ക് വേഗം നിർത്താം കേട്ടോ. ഇതിൽ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ പോരെ? ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്താ നിങ്ങളൊന്ന് നോക്കൂലേ? അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പോണോ? എന്താ ചെയ്യണ്ടേ? ഹലോ ഹലോ, എല്ലാരും ഉറങ്ങിയോ? നമുക്കിത് ചാപ്റ്റർ സെപ്റ്റംബർ ആവുമ്പോഴേക്കും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവേണ്ടി വരും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കെമിസ്ട്രി ആണ്, ബാക്കിയുള്ള നന്നായിട്ട് എന്ത് നടക്കണം? ഡിസ്കഷനും ഇവിടെ നന്നായിട്ട് നടക്കേണ്ടതുണ്ട്. അപ്പോ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാലേ പിന്നെ ഗ്രൂപ്പിലൊന്നും അങ്ങനെ കാണുന്നില്ല. ആക്റ്റീവായിട്ട് സംശയങ്ങൾ ഉണ്ടോന്ന് ഞാൻ നോക്കാറുണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് ഗ്രൂപ്പിൽ ഇടണേ. അപ്പോ പിന്നെ എന്താണ്, ഇപ്പൊ നമ്മള് ആ ലാസ്റ്റ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി എന്താക്കാം, ഇതാ. ഇതില് പിന്നെ എന്താണ് ഈ ഒരു റിലേഷൻസില് വോളിയം റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞ STP, വോളിയം എന്ന് കേൾക്കുമ്പോ തന്നെ STP ഓർക്കുക. അത് വെച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ബാക്കി ഒരു പ്രോബ്ലം സോൾവ് ചെയ്താല്
ബാക്കിയുള്ളതൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പൊ നോക്കാം, ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. We should first find out the mass relationship for the reaction. നമുക്കിപ്പോ നിർത്താനായോടോ? ഹലോ, ഒന്ന് അവിടെ ഉണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോബ്ലം, ഇതിന്റെ മുന്നേ കുറെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ അമോണിയ ഹാർബർ പ്രോസസ്സിൽ അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ നൈട്രജന് ഹൈഡ്രജനുമായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്ത്, ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും റിയാക്ട് ചെയ്തു. പിന്നെ എന്തിന്റെ ഒരു ഉൽപ്രേരകത്തിന്റെ അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റിന്റെ പിന്നെ സഹായത്തോടെ റിയാക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഇക്വേഷന് കിട്ടി. അതായത് ഒരു മോള് ഹൈഡ്രജൻ, ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, ഒരു മോൾ ഹൈഡ്രജന് 3 മോൾ ഓഫ് ഒരു മോൾ നൈട്രജന് 3 മോൾ ഓഫ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 2 മോൾ ഓഫ് അമോണിയ കിട്ടി. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് 1 മെട്രിക് ടൺ ഓഫ് അമോണിയ ഉണ്ടാക്കണം. കുറച്ചൊന്നും പോരാ, വലിയ പരിപാടിയാണ്. 1 മെട്രിക് ടൺ ഓഫ് അമോണിയ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ നമുക്ക് ആവശ്യമാണ്? അതാണ് ഇവിടെ ചോദിച്ചത്. അങ്ങനെ ആവുമ്പോ നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയ വേഗം ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് നമ്മളെ മോളുമാരൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അടിയിൽ എഴുതിയേക്കുക. എത്ര മോള് ഓരോരുത്തർക്കും ഉണ്ട്. നൈട്രജൻ എത്ര മോളുണ്ട്? N2 ആയതുകൊണ്ട് നൈട്രജന് 1 മോൾ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജന് 3 മോൾ ഉണ്ട്. അതുപോലെ അമോണിയ അപ്പുറത്ത് സുന്ദരമായ 2 മോളുകൾ അമോണിയയും ഉണ്ട്. അങ്ങനെ മോൾ ഉണ്ടാവുമ്പോൾ നമുക്ക് സുഖമാണ്. അറ്റോമിക് മാസ് നമുക്കറിയാം. നൈട്രജന്റെ അറ്റോമിക് മാസിന്റെ പട്ടികയിൽ നിന്ന് നമ്മൾ കാണാതെ പഠിച്ച നൈട്രജന്റെ അറ്റോമിക മാസ് നമ്മളൊന്ന് എടുത്ത് എഴുതി വെക്കുക. ഒരു മോൾ ആയതുകൊണ്ട് 1 × 28 gram that's equal to 28 gram. 3 × 3 × 2 gram that's equal to 6 gram. 2 അമോണിയ, അമോണിയന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 17 ആണ്. അപ്പം 2 × 17 gram is equal to 34 gram. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 കിലോഗ്രാമിനാണ് നമ്മള് മെട്രിക് ടൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് 10⁻³ എഴുതാലോ. 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 3 0 അല്ലേ? അപ്പൊ 10⁻³ കിലോഗ്രാം എന്ന് എഴുതാലോ. അങ്ങനെ 10⁻³ കിലോഗ്രാം ആണെങ്കിൽ അതിനെ വീണ്ടും പിന്നെ ഇൻറ്റു 1000 കൊണ്ട് ഗുണിക്കുക. അത്രയും ഗ്രാം കിട്ടും. അപ്പൊ 10⁻6 ഗ്രാം ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോളിൽ പറഞ്ഞതിൽ നിന്ന് 34 ഗ്രാം അമോണിയ, 6 ഗ്രാം ഓഫ് ഹൈഡ്രജന് 6 ഗ്രാം ഓഫ് ഹൈഡ്രജന് വേണം ഇതിന്റെ മാനുഫാക്ചർ അതിന്റെ നിർമ്മാണത്തിന് എന്നുള്ളത് മുകളിൽ നിന്ന് തന്നെ കണ്ടില്ലേ 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് എന്ത് കിട്ടുന്നത്? 34 ഗ്രാം ഓഫ് അമോണിയ കിട്ടുന്നതെന്ന് മുകളിൽ നമ്മൾ വെണ്ടക്ക അക്ഷരത്തിൽ താഴെ എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് അതിൽ സംശയം ഉണ്ടാവാൻ ഇടയില്ല. അങ്ങനെ എന്താ കിട്ടേണ്ടത്? ഒരു മെട്രിക് ടണ്ണാ കിട്ടേണ്ടത്. അതായത് 10⁻6 ഗ്രാം അമോണിയ കിട്ടണം. അപ്പോ അതിന് എന്തൊക്കെ വേണം? പിന്നെ അത്രയും എമൗണ്ട് ഓഫ് എന്ത് വേണം? അമോണിയ പിന്നെ ഹൈഡ്രജൻ വേണം. അപ്പൊ 6 × 10⁻6 10⁻6 അല്ലേ? ഡിവൈഡഡ് ബൈ 34. എന്താണ് ഈ 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 × 17. അതാണ് ഇതിന്റെ മൊത്തം. അപ്പൊ അത് ഇസിക്കൽ ടു നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 1.76 × 10⁻5 gram ഓഫ് ദ H2 ആണെന്ന് കിട്ടും. Thus 1 metric ton of the ammonia will be obtained by using 1.176 × 10⁻5 gram of hydrogen. അപ്പം പിന്നെ അത്രയും അത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന സംഭവമായിരിക്കും എന്ത്? മെട്രിക് ടണ്ണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് നിർത്താം.
ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇതിൽ വർക്ക്ഔട്ട് ചെയ്ത് കിടപ്പുണ്ട്. അപ്പൊ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതിന്റെ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇൻഡെക്സ് ക്വസ്റ്റ്യന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നോക്കൂ, ഇതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഈച്ച് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി യൂസ്ഡ് ബാലൻസ് the combustion reaction of the butane is. ഇതിൽ ആദ്യം അവര് എത്ര മോൾസ് ഉണ്ട് നോക്കുന്നു. അതേപോലെ നിങ്ങൾക്കറിയാം എത്ര C4H10 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് C4H10 മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 2 × 58 116 ഗ്രാം ആണ്. 13 O2 ഗ്രാം 13 മോൾ 13 32 416 ഗ്രാം ആണ്. മക്കളെ കിട്ടിയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ട. ഇപ്പൊ ഇനി പറയുന്നില്ല, ഒക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ പ്രോബ്ലം നോക്കണ്ട കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത ഈ ഒരു പ്രോബ്ലം വരെയുള്ള സംഭവങ്ങൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ എന്താക്കിയിടാം, പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഇതിന്റെ ഡിസ്കഷന് കാര്യമായിട്ടൊന്ന് വരണം കേട്ടോ. കാരണം ഇത് പ്രോബ്ലം പാർട്ടാണ്. അപ്പൊ നിങ്ങൾ ഡിസ്കഷൻ ചോദിച്ചിട്ട് ഏതെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും വഴി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എനിക്ക് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതെങ്ങനെയാന്നുള്ളത് പിന്നെ കാണിച്ചു തരാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിജിലന്റ് ആയിട്ട് കൃത്യമായിട്ട് ഇരിക്കുക. നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും കാണാനുള്ള യന്ത്രങ്ങളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാവരുടെ സമയവും കൃത്യമായിട്ട് ഇതിനോടൊപ്പം സ്പെൻഡ് ചെയ്യുക. ഈ സബ്ജക്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. ഇവിടെ ആവശ്യം നിങ്ങളുടെ മൈൻഡിന്റെ പ്രസൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾ ബിഹൈൻഡ് ദ സ്ക്രീന് നിങ്ങൾ വളരെ നന്നായി ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി. ഓക്കെ അല്ലേ? നിർത്തല്ലേ? ഓക്കെ. അപ്പൊ ഇതുവരെ ഉള്ളത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ നമ്മളെ കെമിസ്ട്രി ഗ്രൂപ്പിൽ ഒന്ന് ആക്റ്റീവായി വരും. നിങ്ങളുടെ സംശയങ്ങളാണ് അതിനെ ഡിസ്കഷൻ പോയിന്റ് ആക്കി മാറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ ദയവേത് ചോദിക്കുക. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും 100% എത്തിക്കൊള്ളണം എന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമുക്ക് ഡിസ്കഷനിലൂടെ അത് നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ ശരി കേട്ടോ. എന്നാ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുപോലെ ഞായറാഴ്ച 11 മണിക്ക് ഇപ്രാവശ്യം എനിക്ക് ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞായറാഴ്ച ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇനി രാവിലെ 6 മണിയോ അങ്ങനത്തെ സമയം എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും. 6 മണി 6:30 ആവണ സമയത്തൊക്കെ പറ്റുകയാണെങ്കിൽ 6:30 to 8 മണിയൊക്കെ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് പറയട്ടോ, ഒന്ന് കമന്റ് ചെയ്യട്ടോ. കെമിസ്ട്രി ഗ്രൂപ്പിൽ ഒന്ന് പിന്നെ ഞായറാഴ്ച ഒരു 11 മണി അല്ലാത്തൊരു സമയം, കാരണം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് അതിൽ പോവാതിരിക്കാൻ വയ്യ. അപ്പൊ ആ സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂല. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ പിറ്റേന്നത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കാനുള്ളത് കൊണ്ട് ഞായറാഴ്ച രാത്രി ആകുമ്പോൾ ആ ഒരു പ്രയാസം ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആ സമയം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് രാവിലെ ഏത് സമയമാണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. എന്നാ ശരി. താങ്ക് യു ഫോർ വാച്ചിങ്.